ഇത്രയും വലിയൊരു സംഭവം ആദ്യമായിട്ടാണ് തോന്നുന്നത്. അതെ 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 ആദ്യമായിട്ടാണ്. കാരണം ഇന്നലെ ഒരു 1:30 ആയപ്പോഴാണ് ഞങ്ങളെ ശ്രദ്ധയിൽപ്പെടുന്നത്. അന്നേരം തന്നെ ഓയിൽ പാമ്പിലെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞു. ഒരു 3 യൂണിറ്റ് ഫയർ സ്റ്റേഷൻ ഫയർ എഞ്ചിൻ വന്നു കഴിഞ്ഞു. പക്ഷെ അവരെയും കൊണ്ട് നിയന്ത്രിക്കാൻ പറ്റാതിരുന്നു. പിന്നെ ഞങ്ങൾ നാട്ടുകാർ കൂടെ ഇറങ്ങി ഒന്ന് വളരെ കഷ്ടപ്പെട്ടു. വളരെ കഷ്ടപ്പെട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാറ്റിങ്ങനെ വന്ന് അടിക്കുന്നത് കൊണ്ട് തീ അടുക്കാൻ പറ്റുന്നില്ല. ഇപ്പോൾ ഇവിടുന്ന് ഓരോന്ന് പൊരി വീണ് കഴിഞ്ഞാൽ ഒരു 100 മീറ്റർ ഇരുന്ന 1/2 കിലോമീറ്ററോളം ദൂരെ വരെയാണ് അത് പറന്ന് പോയിട്ട് അവിടെ സ്പ്രെഡ് ചെയ്യുന്നത്. അതുകൊണ്ട് യാതൊരു കാരണവശാലും നിയന്ത്രിക്കാൻ പറ്റില്ല. ഈ ഇവിടെയൊക്കെ ഈ പൂച്ചെടിയൊക്കെ ഉണ്ടായതുകൊണ്ട് ഇന്നലെ സംഭവിച്ചത് തന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആനവട്ടഞ്ചിറ സൈഡിൽ നിന്നാണ് ആദ്യം ഞങ്ങൾ തീ കാണുന്നത്. അങ്ങനെ അതനുസരിച്ച് ഞങ്ങളെല്ലാം കൂടെ വണ്ടിയായിട്ട് അവിടെ ചെല്ലുക. അവിടെ ചെന്നപ്പോഴത്തേക്ക് അന്നേരം തന്നെ ഒരു 10 മിനിറ്റ് കൊണ്ട് ഒരു 1/2 കിലോമീറ്ററോളമാണ് തീ പറഞ്ഞത്. ഉദ്യോഗസ്ഥന്മാർ, ഓയിൽ പാമ്പിൻ്റെ ഉദ്യോഗസ്ഥന്മാരായാലും ഫയറിലെ ഉദ്യോഗസ്ഥന്മാരായാലും എല്ലാം നല്ല രീതിയിൽ ഞങ്ങൾ നാട്ടുകാർ എല്ലാം നല്ല രീതിയിൽ. എവിടെയാണ് ആദ്യം കണ്ടത്? ആനവട്ടഞ്ചിറ എന്ന് പറയുന്ന സൈഡിലാണ്. കാറ്റാണ് കാറ്റാണ് ഏറ്റവും കൂടുതൽ ശല്യം ചെയ്തത്. വലിയ രീതിയിൽ എന്ന് പറഞ്ഞാൽ ഇതുവരെ അങ്ങനെ ഒരു കാറ്റടിച്ചിട്ടില്ല. പ്രത്യേകിച്ച് നമുക്കിവിടെ എണ്ണപ്പനിയോ വൃക്ഷങ്ങളോ ഒന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിയിൽ ആ കാറ്റ് സ്പ്രെഡ് ചെയ്തു പോയി. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റത്തില്ല. ഇനിയൊരു പേടിയുണ്ടല്ലോ ഈ പുകഞ്ഞ് നിൽക്കുന്നത്. അത് ഇപ്പം തന്നെ സാറന്മാർ പറഞ്ഞിട്ടുണ്ട്, വെള്ളം വണ്ടിയിൽ കൊണ്ടുവന്നിച്ച് പിന്നെ ആൾക്കാരെ നിർത്തി എല്ലാം തീ അണയ്ക്കാം. പക്ഷെ അത് എത്ര പ്രാവർത്തികമാണെന്ന് പറയാൻ പറ്റത്തില്ല. അവരെ ആരും കൊണ്ട് ഇന്നലെ ഞങ്ങൾ ഇവിടുന്ന് പോയപ്പം തന്നെ 12 കഴിഞ്ഞു, രാത്രി 12 മണി കഴിഞ്ഞു. ഉദ്യോഗസ്ഥന്മാരെല്ലാം അവർ വളരെയധികം കഷ്ടപ്പെടുകയാണ്.